തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്രം ഈ കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ ശുശ്രൂഷനാഥ ഒരു പ്രാവശ്യങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ മഹത്തുള്ള ശുശ്രൂഷയിൽ കാര്യങ്ങളെ കൂട്ടിക്കൊണ്ടെന്നവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ പൊൻകരങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ തങ്ങളുടെ ദിവ്യമായ സാന്നിധ്യം കൂടെ ഇരുന്ന കർത്താവെ, അവിടുന്ന് തൻ്റെ ജനത്തെ അങ്ങയുടെ ആ കർത്താവ് വചനത്തിൽ ബലപ്പെടുത്തത്തക്കോണം ഇതിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇടയും ബലപ്പെടുത്ത തങ്ങളുടെ ശ്രേഷ്ഠ കൃപയാൽ അടയിനെ ശക്തീകരിക്കാൻ ബലപ്പെടുത്തുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ ശബ്ദത്തോടുണ്ടോ വാക്കുകളോട് വചസ്സോടോ കണ്ടത്തോടുണ്ടായിരുന്ന ഏറ്റവും ലളിതമായി വചനം തൻ്റെ ജനത്തിൽ എത്തിക്കുവാൻ അങ്ങയുടെ കൃപയാൽ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ജനം അങ്ങയുടെ വചനം അങ്ങയുടെ അടിയിൽ അങ്ങയുടെ കർത്താവെ അങ്ങയുടെ കൃപയുടെ നിറവിൽ നിന്ന് കർത്താവ് വചനം തൻ്റെ ജനത്തിൽ എത്തിക്കുക മാത്രമല്ല, കർത്താവ് തൻ്റെ ജനത്തിൽ കർത്താവ് വചനം ആഴമായി സ്പർശിച്ച് കർത്താവ് ജീവിതങ്ങളിൽ മാറ്റം വരുത്താൻ ഇടയാക്കണമെന്ന് ഈ സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവിട്ട കൃപകളാൽ നമ്മുടെ ആയുസ്സിൽ ഒരു പുതിയ നോയമ്പ് കാലത്തിലേക്ക് നാം കടന്നു വരികയും അതിൽ നോയമ്പ് ആരംഭിച്ച് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെ ആയുസ്സിനൊത്തവണ്ണം നാം എല്ലാവരും നോയമ്പുകൾ അനുഷ്ഠിച്ചവരാണ്. ഓരോ വർഷവും ഓരോ നോയമ്പ് പൂർത്തീകരിക്കുകയും അല്ലെങ്കിൽ ആരംഭിക്കുമ്പോൾ നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഈ നോയമ്പ് കാലത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ സഭ നിഷ്കർഷിച്ചിരിക്കുന്നതുകൊണ്ട് നോയമ്പ് അനുഷ്ഠിക്കുന്നവരും അതിൽ സംബന്ധിക്കുന്നവരുമായിരിക്കും നാം ഓരോരുത്തരും. നോയമ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? എന്തിന് നാം നോയമ്പ് കാലത്തിൽ നാം പല കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് നാം ജീവിക്കുന്നെന്ന് നാം ചിന്തിക്കണം. ലൗകികമായ പല കാര്യങ്ങൾ നമുക്ക് വർജിക്കുവാൻ കഴിയും. അതായത് പ്രത്യേകിച്ച് ഭക്ഷണകാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കാര്യങ്ങളിലും ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. അതിനേക്കാട്ടി ഉപരി നോയമ്പ് യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവുമായൊരു പുതിയ ബന്ധത്തിലേക്ക് ഉയരത്തക്കോണം ഇടയാക്കണമെന്ന് നാം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. 40 അല്ലെങ്കിൽ 50 ദിവസം സഭയ്ക്കൊത്തവണ്ണമുള്ള നോയമ്പ് കാലം അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമല്ല, യഥാർത്ഥമായ നോയമ്പിൻ്റെ അനുഗ്രഹം നാം ഓരോരുത്തരും അനുഭവമാക്കുന്നത് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ നാം എന്ത് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അത് നമ്മുടെ വാക്കുകളിലായിരിക്കും, പ്രവൃത്തികളിലായിരിക്കും, പ്രവർത്തനങ്ങളിലായിരിക്കും, ബന്ധങ്ങളിലായിരിക്കും. ഇവയൊക്കെ ദൈവം സസൂക്ഷ്മം നോക്കുന്ന ഒരു കാലയളവാണ്, പ്രത്യേകിച്ച് നോയമ്പ് കാലം എന്ന് പറയുമ്പോൾ. നോയമ്പ് കാലം എന്ന് പറയുമ്പോൾ മറ്റുള്ള ദിവസത്തെക്കാട്ടി വേർതിരിച്ച് നമ്മളെ തന്നെ ശോധന ചെയ്യത്തക്കവണ്ണം ഒരു കാലം കൂടിയാണ്. കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷിക്കപ്പെട്ട് കടന്നു വന്ന് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ആഹ്വാനം തന്നെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന ഒരു ആഹ്വാനമാണ്. മത്തായിയുടെ സുവിശേഷം 4:17 ഇപ്രകാരമാണ് പറയുന്നത്: അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ ആദ്യ പരസ്യ ശുശ്രൂഷയിൽ പറയുന്ന കാര്യമാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരം എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിനൊരു രൂപാന്തരത്തിലേക്ക് നയിക്കത്തക്കവണ്ണം ഉള്ള ഒരു പ്രവർത്തനമാണ്. വ്യക്തിഗത ജീവിതത്തിലെ രൂപാന്തരം എന്ന് പറയുമ്പോൾ അത് ആന്തരികവും ലൗകികമായ രണ്ട് കാര്യങ്ങൾക്കും ആ രൂപാന്തരത്തിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ചിന്തകൾക്ക് മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്, എൻ്റെ നിരൂപണങ്ങൾക്ക് മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ഇന്ന് നാം നോയമ്പ് കാലം ആരംഭിക്കുമ്പോൾ മുതൽ നമ്മുടേതായ വ്യക്തിഗത ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിച്ചാലും അത് അപ്രകാരം ചെയ്യുവാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ എത്രമാത്രം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന നാം ഒന്ന് നോക്കണം. ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഇടപെടുക മാത്രമല്ല, ജീവിതത്തിൽ മാറ്റേണ്ടത് മാറ്റത്തക്കോണം അതിനുള്ള സാഹചര്യവും സാവകാശവും ഒരുക്കുവാൻ ഇടയാക്കും.
2 ദിനവൃത്താന്തം 7:14 ഇപ്രകാരമാണ് യഹോവയായ ദൈവം ശലോമോൻ പിതാവിനോട് യെരൂശലേം ദേവാലയം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് ശലോമോൻ പിതാവിനോട് യഹോവയായ ദൈവം പറയുന്ന കാര്യം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം സ്വയം വിനയപ്പെടുത്തി പ്രാർത്ഥിച്ച് സ്വയം വിനയപ്പെടുത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുപിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ കർത്താവ് ഇവിടെ പറയുന്നത് മാനസാന്തരം എന്ന്. ഇവിടെ പറയുന്നത് എന്ത്? എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കേട്ട് അവരുടെ പാപം. യഹോവയായ ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നെന്നാണ് നാം അവിടെ മനസ്സിലാക്കേണ്ടത്. പഴയകാല നിയമങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ വ്യത്യസ്തമായ ചട്ടങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജനം തന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. അതിമനോഹരമായ ഒരു ദേവാലയം പടുത്തുയർത്തിക്കഴിഞ്ഞ് ശലോമോൻ പിതാവിന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. എന്താണ് അവിടെ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം സ്വയം വിനയപ്പെടുത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും. പക്ഷേ നമുക്ക് അപ്രകാരം ഒരു കാര്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധം നമുക്ക് ആവശ്യമുണ്ട്. നോയമ്പ് കാലത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. ദൈവിക ബന്ധം എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത ബന്ധമാണ്. അതൊരു വ്യക്തിക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ള ആ ബന്ധത്തിൻ്റെ ആഴവും ആ ബന്ധത്തിൻ്റെ സാഹചര്യങ്ങളും മറ്റാർക്കും അതിനെപ്പറ്റി പറയുവാനോ ചോദ്യം ചെയ്യുവാനോ കഴിയുകയില്ല. അപ്രകാരമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഈ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു നോയമ്പ് കാലത്തിൽ കടന്നു പോകുമ്പോൾ നാം നോക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിന് സ്ഥാനമുണ്ട്. ലോകത്തിൻ്റെ പ്രൗഢിയിലും ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഓടുന്ന ഒരു ജീവിതമാണോ, അതോ ദൈവനാമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55:6-7 വായിക്കുമ്പോൾ, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുവിൻ, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുവിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. ദുഷ്ടൻ തന്റെ വഴിയും ദുഷ്ടൻ തന്റെ വഴിയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങൾ ഉപേക്ഷിച്ച് നീതികെട്ടവൻ തന്റെ വിചാരങ്ങൾ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, യഹോവെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, എന്തെന്നാൽ അവൻ ധാരാളം ക്ഷമിക്കും. എന്തെന്നാൽ അവൻ ധാരാളം ക്ഷമിക്കും. യഹോവയായ ദൈവം യെശയ്യാപ്രവാചകനിൽ കൂടെ പ്രവചിക്കുന്ന കാര്യമാണ്. അവിടെയും പറയുന്ന ദുഷ്ടതകൾ ഒക്കെ മാറി തിരിച്ച് കടന്നു വരുവാൻ. മാനസാന്തരം എന്ന് പറയുന്നത് യഥാർത്ഥമായി നാം കടന്നു പോകുന്ന പാതയിൽ എവിടെയാണ് നമ്മുടെ വീഴ്ചകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ദൈവസന്നദ്ധിയിൽ ദൈവവുമായിട്ടുള്ള അകൽച്ചകൾ വരുത്തുന്ന എന്ത് കാര്യമെന്ന് മനസ്സിലാക്കി അത് പൂർണ്ണമായി വിട്ട് തിരിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയുന്നത്. ആ മാനസാന്തരത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെപ്പറ്റി സസൂക്ഷ്മം നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടവകൾ ശുശ്രൂഷകളിൽ നാം യഥാർത്ഥത്തിൽ ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നവരാണോ, അതോ ആ ശുശ്രൂഷകളിൽ ഇടർച്ച വരുത്തുന്നവരാണോ? നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവിനായി ആഗമനത്തിനായി നാം ഒരുങ്ങേണ്ടിയ കാലത്തിലാണ് നാം വന്നിരിക്കുന്നത്. അപ്പോൾ നാം മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ലെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ കൃപയിലേക്ക് എനിക്ക് വളരുവാൻ കഴിയുന്നില്ലെങ്കിൽ, നാം യഥാർത്ഥത്തിൽ ഈ ഓട്ടക്കളത്തിൽ ഓടിയത് കൊണ്ട് ഒന്നും നേടുവാൻ കഴിയുകയില്ല. നാം പറയുമായിരിക്കും, അനേക ഭവനങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്, അനേക ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അവയൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ, കർത്താവിൻ്റെ പ്രവർത്തന മേഖലയിൽ ഒരു അംശം മാത്രം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവുമായിട്ട് ബന്ധത്തിലേക്ക് വളരണമെങ്കിൽ, ദൈവിക സന്നിധിയിലേക്ക് ഉയരണമെങ്കിൽ
നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. യിരെമ്യാ പ്രവാചകൻ 7:25-26 വായിക്കുമ്പോൾ, നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടത് മുതൽ ഇന്നുവരെയും ഞാൻ അതിരാവിലെയും ഇടപെടാതെയും ഇന്ന് വരെ ഞാൻ അതിരാവിലെ ഇടപെടാതെയും പ്രവാചകന്മാരെ എൻ്റെ സകലദാസന്മാരെയും പ്രവാചകന്മാരും എൻ്റെ സകല ദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ അയച്ചു. നിങ്ങളുടെ അടുക്കൽ അയച്ചു. എന്നിട്ടും എന്നെ അനുസരിക്കുകയോ എന്നിട്ടും എന്നെ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുഷ്ടാഷ്ട്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു. തങ്ങളുടെ പിതാക്കന്മാരെക്കാട്ടിൽ അധികം ദോഷം ചെയ്തു. നമുക്കറിയാം, യഹോവയായ ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് മരുഭൂയാത്രയിൽ 40 വർഷം പ്രയാസ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും അവിടെയൊക്കെ അവരെ കാത്തുപരിപാലിക്കുകയും വേണ്ടിയത് നൽകുകയും പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി അവരുടെ യാത്രയിൽ കൂടെ ഇരുന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അനുഗ്രഹങ്ങൾ ലഭ്യമായി കഴിഞ്ഞപ്പോൾ അവരെ വഴി നടത്തിയ ദൈവത്തെ മറന്നു സ്വയമായി ദൈവങ്ങളെ സൃഷ്ടിക്കുവാൻ ഇടയായി. അത് തെറ്റെന്ന് പറയുവാൻ കടന്നു വരുന്ന ദൈവദാസന്മാരെയും പ്രവാചകന്മാരെയും അവരെ കൊല്ലുവാൻ ഇടയായി. എന്തുകൊണ്ട്? പലപ്പോഴും അനുഗ്രഹങ്ങളുടെ കൊടിമുടിയിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം കേൾക്കുവാൻ നാം തയ്യാറല്ല. നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഈ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞാൽ നീ ആരാ കുറവ് പറയാനെന്നുള്ള ചോദ്യത്തോടെയാണ് ഇന്ന് അനേകർ പ്രതികരിക്കുന്നത്. പക്ഷെ ഇവിടെ കർത്താവിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, പരസ്യ ആരാധന ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവാനാണ് പറയുന്നത്. മാനസാന്തരപ്പെടുക. ഇന്ന് അതുതന്നെയാണ് ആവശ്യം. ഇന്ന് നാം കടന്നു പോകുന്ന സഭകളിലും ശുശ്രൂഷകളിലും നാം യഥാർത്ഥമായി ദൈവത്തെയാണോ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഒരു പട്ടിക വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണോ ജീവിക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നാം കടന്നു പോകുമ്പോൾ ദൈവത്തെ ഒരിക്കലും കണ്ടെത്തുവാൻ കഴിയുകയില്ല. കർത്താവിനെ കണ്ടെത്തുവാനുള്ള കാലത്ത് കണ്ടെത്തുവാൻ കഴിയില്ലെങ്കിൽ നാം നഷ്ടപ്പെടുന്നത് കർത്താവിൻ്റെ സ്നേഹവും കരുണയും മാത്രമല്ല, നമ്മുടെ ജീവിതം പോലെയായിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ലോകത്തെ ഒരു 70-80 എന്നുള്ളൊരു ജീവിത കാലയളവിലേക്കല്ല ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് അവനോടൊപ്പം നിത്യതയിൽ എക്കാലവും ജീവിക്കത്തക്കോണം നമ്മളെ ഒരുക്കുവാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അതിനായി നാം എത്രമാത്രം ഒരുക്കപ്പെട്ടിരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 23:37 ഇപ്രകാരമാണ് പറയുന്നത്: യെരൂശലേമേ യെരൂശലേമേ, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ ഞാൻ എത്ര പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. യഹോവയായ ദൈവം തൻ്റെ ജനതകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരെ എല്ലാം നൽകിയിട്ടും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവരെ യഹോവയായ ദൈവത്തോട് മർദ്ദലിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അവസ്ഥകൾ നാം വായിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. തൻ്റെ സൃഷ്ടികൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആയിട്ടും താൻ സൃഷ്ടിച്ച സൃഷ്ടിമേൽ ഇത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ട് സ്വന്തം പുത്രനെ ഈ ഭൂമുഖത്തേക്ക് അയക്കത്തക്കോളം ഇടയായി. അതാണ് ഈ നോയമ്പ് കാലത്തിൽ യഥാർത്ഥത്തിൽ നാം ധ്യാനിക്കുന്നത്. അത് കഴിഞ്ഞ നോയമ്പ് കാലത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് താതാത്മ്യം പ്രാപിക്കത്തക്കോണം ഉള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളുമാണ് നടത്തപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ആ കർത്താവിൻ്റെ വേദനയുടെ ആഴം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കഷ്ടാനുഭവത്തിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ഇന്നും നമ്മുടെ വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളല്ലേ? എനിക്കെന്ത് നേടുവാൻ കഴിയും, എനിക്കെന്ത് ലഭിക്കും, ഞാൻ ഇപ്രകാരം പ്രവർത്തിച്ചാൽ എന്നുള്ള ചിന്തകളിലല്ലേ നാം പോകുന്നത്?
അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ വീക്ഷണങ്ങൾക്ക് മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കത്തക്കോണം ക്ലേശങ്ങളും വേദനകളും പ്രയാസങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് അനേകരെ വീണ്ടെടുക്കത്തക്കോണമാണ് ദൈവം എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതിന് തക്കോണം എനിക്ക് നിങ്ങൾക്കും പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ, ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ, നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും കടന്നു വന്നിരിക്കുന്ന നോയമ്പ് കാലം അതിൻ്റേതായ രീതിയിൽ സഭകൾ പറയുന്ന മാത്രം ചിന്തിച്ച് അതിനൊത്തവണ്ണം ജീവിക്കാനാണ് ഈ വർഷവും നാം തീരുമാനമെടുത്തെങ്കിൽ അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. സഭകൾ നിഷ്കർഷിക്കുന്ന ആ ചട്ടങ്ങൾ യഥാർത്ഥമായി നാം ഉൾക്കൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തും, അതിടയാക്കും. പക്ഷേ ആ മാറ്റത്തിലേക്ക് നാം നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ആ മാറ്റം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയുന്നത്. ഇവിടെ കർത്താവ് യെരുശലേമിനെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വീണ്ടെടുക്കത്തക്കോണം അനേകരെ അയച്ചിട്ടും അവരെ ഉൾക്കൊള്ളുക മാത്രമല്ല അവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അവസ്ഥയായിരുന്നു നിങ്ങളുടെ. കർത്താവ് കടന്നു വന്നപ്പോഴും കർത്താവിനെ സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോസ്തലപ്രവൃത്തി 7:51-52 വായിക്കുമ്പോൾ, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമേ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമേ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ആരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാതിരുന്നിട്ടുള്ളത്? നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവനിൽ നിങ്ങൾ ഇപ്പോൾ വഞ്ചകരും കൊലപാതകികളും ആയി തീർന്നിരിക്കുന്നു. നിങ്ങൾ ദൈവദൂതന്മാർ മുഖാന്തരം ന്യായപ്രമാണം സ്വീകരിച്ചുവെങ്കിലും അത് അനുസരിച്ചിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ സ്തേഫാനോസ് തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ആ പ്രസംഗം ഇപ്രകാരം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അവസ്ഥ. പറയുന്നത് എന്തായി? കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു വന്നപ്പോൾ പോയ കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ നേർവഴിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചവരെ സ്വീകരിക്കാത്തൊരു ജനമധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്രകാരം പറയുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലുക മാത്രമല്ല, അവരെ ഉന്മൂലനാശമാക്കുവാൻ എപ്പോഴും ജനം പരിശ്രമിച്ചത്. അതിനിന്നും മാറ്റമില്ല. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ദേവാലയങ്ങളായാലും ശുശ്രൂഷകളായാലും ആരാധനയിൽ എവിടെയായാലും ആരെങ്കിലും മുഖപക്ഷമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ ആ ജനതകൾക്ക് കഴിയില്ല. എപ്പോഴും ഇന്നത്തെയും ജനതകൾ ആഗ്രഹിക്കുന്നത് അവരുടെ നന്മകളെ പറ്റി മാത്രം സംസാരിക്കുന്നവരെയാണ്. നീ ഇത് ചെയ്താൽ നിനക്ക് ഈ നന്മകൾ വരും, ഈ സൗഭാഗ്യങ്ങൾ ലഭ്യമാകും. ആ പറയുന്നവരെ എല്ലാവരും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും. എങ്കിലോ നിന്റെ ജീവിതത്തിലൊരു കുറ്റം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവരെ എപ്രകാരം നശിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തയോടെയാണ് നാം ജീവിക്കുന്നത്. സ്തേഫാനോസും അപ്രകാരമുള്ളൊരു ജീവിതയാത്രയിലാണ് കടന്നുപോയത്. ആ ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അവസ്ഥ. പലപ്പോഴും ഈ കല്ലെറിൻ്റെ ഭയപ്പാട് മൂലം ഇന്ന് നമ്മളിൽ അനേകർക്ക് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമാണ്. അവിടെയാണ് ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണെന്ന് പറയുമ്പോൾ വേദനകൾ കാണും, പ്രയാസങ്ങൾ കാണും, നിന്ദിതമായ അവസ്ഥകൾ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെയൊക്കെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. ഗലാത്യലേഖനം 3:27-28 വായിക്കുമ്പോൾ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, സ്ത്രീയും പുരുഷനും എന്നില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ഇന്ന്
അതില്ലാത്ത ഒരവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. ഓരോ സഭകളും തൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞ് ഇതാണ് യഥാർത്ഥ സഭയെ മറ്റ് സഭകളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും എന്തിന് അവരുടെ ദേവാലയങ്ങൾ വരെ പിടിച്ചടക്കുന്ന അവസ്ഥകളിൽ കടന്നു പോകുമ്പോൾ ഇവിടെ പൗലോസ്ലീഹ ഗലാത്യരോട് പറയുന്ന കാര്യം നാം പ്രാവർത്തികമാക്കുന്നത്? നാം എന്താണെന്നല്ല, ഞാൻ യവനനോ യഹൂദനോ മറ്റ് സമുദായപ്പെട്ടവനല്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെല്ലാം ക്രിസ്തുവിൻ ഏകമായി തീരുമെന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എത്രയോ സഭകൾ നമുക്ക് കാണുവാൻ കഴിയും. ഓരോ വർഷവും പുതിയ പുതിയ സഭകൾ കടന്നു വരുന്നത് കാണും, ശുശ്രൂഷകൾ കടന്നു വരുന്നത് കാണും. പക്ഷെ പരസ്പരം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടോ? സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ടോ? അത് കഴിയുന്നില്ലെങ്കിൽ നാം യഥാർത്ഥമായ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടില്ല. ഈ നോയമ്പ് കാലത്തിൽ നമുക്ക് യഥാർത്ഥമായ ക്രിസ്തുവിനെ ഒന്ന് അനുഭവമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ പ്രവൃത്തികളിൽ കർത്താവ് എന്നും എന്നോട് കൂടെയുണ്ടെന്ന് ആ തലത്തിലേക്ക് നമ്മളെ തന്നെ ഉയർത്താൻ ഇതിടയാക്കാം. നാം വൃഥാ ഉപവസിക്കുന്നത് ഉണ്ണാവൃതമായി മാറാതിരിക്കാൻ നാം പരിശ്രമിക്കാം. സഭ നിഷ്കർഷിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ കാണും. അവിടെയൊക്കെ നാം കടന്നെന്ന് പ്രവർത്തിക്കുമ്പോൾ, സംബന്ധിക്കുമ്പോൾ നാം കേൾക്കുന്ന ദൈവവചനം നമ്മളെ ആഴമായി സ്പർശിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കാം. അപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് യെരുശലേമിലെ തൻ്റെ അവസാന നിമിഷത്തിൽ യെരുശലേമിനെ നോക്കി പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു അനർത്ഥം വരാതിരിക്കുവാൻ ഇടയാക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 23:28 ഇപ്രകാരമാണ് പറയുന്നത്. യേശു തിരിഞ്ഞ് അവരെ നോക്കി യെരൂശലേം പുത്രിമാരെ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. അതുതന്നെയാണ് ഈ സമയത്ത് യഹോവയായ ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സഭകളിൽ, ശുശ്രൂഷകളിൽ മറ്റു സഹോദരങ്ങളെ എത്രമാത്രം ദൈവസന്നിധിയിൽ ബലപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ, ഉറപ്പിക്കുവാൻ കഴിയുന്നുണ്ട്? സ്വന്തം വ്യക്തിഗത ജീവിതത്തിൽ നാം എത്രമാത്രം ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ കഴിയുന്നുണ്ട്? കർത്താവ് യെരൂശലേം ജനതയോട് പറയുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന താക്കീതായി നാം കാണണം. ആഹ്വാനം എത്ര ചെറിയതാണ്, മാനസാന്തരപ്പെടുക. പക്ഷെ ഇവിടെ പറയുന്നതോ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പറ്റി കരയുകയും. ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ അപ്രകാരമുള്ളൊരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മുടെ ചുറ്റും വേദനകളുടെയും പ്രതിസന്ധികളുടെയും താഴ്വരയിൽ കടന്നു പോകുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ. അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ ഈ നോയമ്പ് കാലത്തിൽ യഥാർത്ഥമായൊരു മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വാത്സല്യമായ സ്വർഗസ്നാഥ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനം, മാനസാന്തരപ്പെടുവെന്നുള്ള ആഹ്വാനം മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങൾ തിട്ടപ്പെടുത്തുവാൻ ഈ നോയമ്പ് കാലത്തിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്ലെങ്കിൽ കർത്താവെ, അങ്ങ് യെരൂശലേം പുത്രിമാരോട് പറയുന്ന പോലെ കരയുന്ന ഒരു കാലയളവിലേക്കാണ് മുൻപോട്ട് വരുന്നതെന്നും അങ്ങ് ഞങ്ങളെ താക്കീത് ചെയ്യുന്ന കർത്താവെ. അതിനായി ഇടയാക്കുവാനിടയാതെ എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ ഈ നോയമ്പ് കാലത്തിൽ യഥാർത്ഥമായ കർത്താവുമായിട്ടൊരു പുതിയ ബന്ധനത്തിലേക്ക് ഞങ്ങൾ ഉയരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ഉപരി എൻ്റെ കൃപയെ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.